നമുക്ക് കുറച്ച് നല്ല നത്തോലി കിട്ടിയിട്ടുണ്ട്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്കിന്ന് അടിപൊളി ഒരു മീൻ കറി തയ്യാറാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി ആദ്യം ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കടുക് കൂടെ ചേർത്തൊന്ന് പൊട്ടിക്കണം. കടുക് കൂടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുഞ്ഞുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 10-15 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്താണ് നമുക്കത് മീൻ കറിയുടെ കൂടെ കടിക്കാനായിട്ട് നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി ഒന്നും വഴറ്റിയെടുക്കണ്ട. ജസ്റ്റ് ഒന്ന് കളറൊന്ന് ചേഞ്ച് ആയാൽ മതി. ഇപ്പം അത്യാവശ്യം ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1-2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണമെല്ലാം പോകുന്ന വരെ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതാക്കി അരിഞ്ഞ ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല കൂടെ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടി കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഒരു ക്രീം പരുവത്തിൽ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൂടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിയിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ല കട്ടി ഗ്രേവി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം. വാളംപുളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള വാളംപുളി എടുത്തിട്ടുണ്ട്. അത് പിഴിഞ്ഞ് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. പുളിക്കനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊടിയുപ്പാണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ്. ആ മീനിൻ്റെ കൂടെ നമുക്ക് അതിൻ്റെ ഉള്ളിയെല്ലാം കടിക്കാൻ നല്ലൊരു ടേസ്റ്റായിരിക്കും. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കണം. നത്തോലി ക്ലീൻ ചെയ്തെടുക്കാൻ നല്ല പണിയാണെങ്കിലും നമുക്ക് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. നല്ല ചൂടുള്ള മട്ടേരി ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നമ്മൾ മീൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.